ഇതൊക്കെയല്ലേ ഷെയർ ചെയ്യേണ്ടത്? പ്രായമേറിയ യാത്രക്കാരിയുടെ കൈപിടിച്ചു സഹായിച്ച് KSRTC കണ്ടക്ടർ. കണ്ണു നിറയുന്ന ദൃശ്യം നോക്കൂ. എന്തിനും ഏതിനും പഴി കേൾക്കുന്ന സർക്കാർ ജീവനക്കാരാണ് KSRTCയിലേത്. പണ്ടുകാലത്തൊക്കെ KSRTCയിൽ ജോലി ലഭിച്ചാൽ പിന്നെ അവർക്ക് രാജാവിൻ്റെ പവറായിരിക്കും. കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും യാത്രക്കാർ സാറേ എന്നായിരുന്നു മുൻകാലങ്ങളിൽ അഭിസംബോധന ചെയ്തിരുന്നത്. ഇന്നും ചിലയിടങ്ങളിൽ പഴയ ആളുകൾ കണ്ടക്ടർമാരെ സാറേ എന്ന് വിളിക്കുന്ന കാഴ്ചയും ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിൽ ആളുകൾ ബഹുമാനിച്ചിരുന്നാൽ ചില ജീവനക്കാർക്ക് അഹങ്കാരം വർദ്ധിക്കുവാൻ ഇത് കാരണമായി. ഇതോടെ KSRTC ജീവനക്കാർ ആളുകൾക്കിടയിൽ ഒരു ബൂർഷ പ്രതിബിംബമായി മാറി. ഭരത് ഗോപി കണ്ടക്ടറായി അഭിനയിച്ച കയ്യും തലയും പുറത്തിടരുതെന്ന ചിത്രം കണ്ടാൽ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാവും. പഴയകാലത്തെ ഒരു ഇമേജ് നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇന്നും KSRTC ജീവനക്കാരോട് ഭൂരിഭാഗം ആളുകളും ഒരു അകലം പാലിക്കുന്നത്. അവർ വലിയ ആളുകൾ, സർക്കാർ ജീവനക്കാർ എന്നൊക്കെ കരുതിയിരിക്കണം. പണ്ടത്തെ KSRTC ജീവനക്കാരിൽ പലരും യാത്രക്കാരുടെ ഈ അകലം പാലിക്കൽ നന്നായി ആസ്വദിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്നാൽ ഇപ്പോൾ കാലം മാറി. KSRTC കൂടുതൽ ജനകീയമായി മാറി. അതോടൊപ്പം ഭൂരിഭാഗം ജീവനക്കാരും ഇന്ന് യാത്രക്കാരുടെ കൂട്ടുകാരെ പോലെയായി. കുറ്റങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും KSRTC ജീവനക്കാർ ചെയ്യുന്ന നന്മപ്രവൃത്തികളുടെ വാർത്തകൾ കൂടുതലായും ഉയർന്നു കേൾക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇത്രയും മുഖവര പറഞ്ഞത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ്. കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് സംഭവം നടന്നത്. കാര്യം മറ്റൊന്നുമല്ല. ഏതോ ഒരു ബസ് ട്രിപ്പ് കഴിഞ്ഞ് കോട്ടയം ബസ് സ്റ്റാൻഡിലെത്തുന്നു. യാത്രക്കാർ ബസ്സിൽ നിന്നിറങ്ങി വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുന്നതിനിടയിൽ കണ്ട ഒരു കാഴ്ച. ബസ്സിലെ ജീവനക്കാരൻ കണ്ടക്ടറോ അതോ ഡ്രൈവറോ ആയിരിക്കാം, പ്രായമായ ഒരു അമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീങ്ങുന്നു. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാകണം ആ അമ്മ കോട്ടയത്ത് നിന്നും തനിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് കിടക്കുന്നത് എവിടെയാണെന്നറിയാതെ കുഴഞ്ഞത്. ഈ സമയം ദേവദൂതനെപ്പോലെ വരുന്നതായിരിക്കണം ആ ജീവനക്കാരൻ. കോട്ടയം ബസ് സ്റ്റാൻഡിൽ ആലപ്പുഴ, കുട്ടനാട് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു ആ ജീവനക്കാരൻ അമ്മയുമായി കൈപിടിച്ചു നടന്നുപോയത്. ആലപ്പുഴ ഭാഗത്തേക്കോ മറ്റ് ഉൾപ്രദേശത്തേക്കോ പോകേണ്ടതായിരുന്നു ആ അമ്മയ്ക്ക് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.